ഹായ് ഫ്രണ്ട്സ്, NRI റിലേറ്റഡ് വീഡിയോസിന്റെ സീരീസ് പാർട്ട് 2 എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തുതരാം NRI അക്കൗണ്ടും NRO അക്കൗണ്ടും തമ്മിലുള്ള വ്യത്യാസവും അതുപോലെ തന്നെ നമ്മൾ ഏത് അക്കൗണ്ടാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ടും. അപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലുള്ള ഒരുപാട് ആളുകൾക്ക് ഭയങ്കര സംശയമാണ്, ഞാൻ ഏത് അക്കൗണ്ട് ഉപയോഗിക്കണം, എന്താണ് ഈ NRO അക്കൗണ്ടും NRI അക്കൗണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഇങ്ങനെയുള്ള ഒരുപാട് ഡൗട്ടുകൾ ഒരുപാട് ആളുകൾക്ക് കാണും. അപ്പോൾ ഞാൻ അതിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം. NRI അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നോൺ റെസിഡന്റ് എക്സ്റ്റേണൽ അക്കൗണ്ട്. ഇത് നമുക്ക് വിദേശത്ത് നിന്നും നമ്മുടെ നാട്ടിലേക്ക് നമുക്ക് നമ്മുടെ ഫോറിൻ കറൻസികൾ നമ്മുടെ ഇന്ത്യയിലുള്ള അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കാനും അതിൽ സേവ് ചെയ്ത് വെക്കാനും വേണ്ടിയിട്ട് ഈ ഒരു അക്കൗണ്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. നമ്മുടെ ഈ ഒരു അക്കൗണ്ട് എന്ന് പറയുന്നത് അത് ഇന്ത്യൻ റുപ്പിയിൽ തന്നെ ആയിരിക്കും നമ്മുടെ പൈസ അവിടെ സേവ് ആകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലേക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് പൈസ റെമിറ്റ് ചെയ്യാനും പറ്റും. അതുപോലെ ഈ ഇന്ത്യയിൽ നിന്നുള്ള മണി നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഗൾഫിലേക്ക് തിരിച്ചയക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ ഈ ഒരു NRI അക്കൗണ്ടിൽ അവൈലബിൾ ആണ്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് നമ്മുടെ ഈ ഒരു NRI അക്കൗണ്ടിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റിന് ഇന്ത്യയിൽ ടാക്സ് ഇല്ല. ഇതൊരു ടാക്സ് ഫ്രീ അക്കൗണ്ട് ആയിട്ടാണ് കാണപ്പെടുന്നത്. നിങ്ങൾക്ക് ഫ്രീക്വന്റ് ആയിട്ട് ക്യാഷ് റെമിറ്റ് ചെയ്യണോ അല്ലെങ്കിൽ ടാക്സ് ഫ്രീ ആയിട്ടുള്ള ഒരു അക്കൗണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു NRI അക്കൗണ്ട് സജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി NRO അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ റെസിഡന്റ് ഓർഡിനറി അക്കൗണ്ട് എന്നാണ്. ഇത് നമുക്ക് നമ്മുടെ ഇന്ത്യയിലുള്ള ഇൻകത്തിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു അക്കൗണ്ടാണ്. ഇതിനകത്ത് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ റെന്റ് അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റുകൾ, പെൻഷനുകൾ, ഡിവിഡൻഡ്, സെയിൽ ഓഫ് പ്രോപ്പർട്ടി, ഇങ്ങനെയുള്ള ഇൻകംസ് ഒക്കെ നമുക്ക് ഈ ഒരു NRO അക്കൗണ്ട് വഴിയിട്ട് കൈകാര്യം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്ന വരുമാനം ഈ ഒരു അക്കൗണ്ടിലേക്കാണ് നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്യേണ്ടത്. പിന്നെ ഇതിനകത്തുള്ളൊരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അക്കൗണ്ടിൽ കിടക്കുന്ന പണത്തിന് നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റിന് ഇത് ടാക്സ് ബാധകമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ഇൻകം ടാക്സ് ബാധകമാണ് ഈ ബാങ്കിൽ നമ്മൾ സൂക്ഷിക്കുന്ന ഈ എമൗണ്ടുകൾക്ക് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇൻട്രസ്റ്റിന്. അതുപോലെ ഈ NRO അക്കൗണ്ടിന് പണം റെമിറ്റ് ചെയ്യുന്നതിനും ചില ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. ഇതിനു വേണ്ടിയിട്ട് ചില സ്പെഷ്യൽ പെർമിഷൻസ് ഒക്കെ നമുക്ക് ആവശ്യമായിട്ട് വേണ്ടി വരും. നിങ്ങൾക്ക് ഇന്ത്യയിൽ നിന്നുള്ള ഇൻകം ആണ് കൂടുതലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു NRI അക്കൗണ്ട് സജസ്റ്റ് ചെയ്യാവുന്നതാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരു ഫോറിൻ ഇൻകം ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു NRI അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. നിങ്ങൾക്ക് ഇന്ത്യയിലുള്ള ഇൻകം ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ NRO അക്കൗണ്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അഥവാ നിങ്ങൾക്ക് ഇത് രണ്ടും കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ രണ്ട് അക്കൗണ്ടുകളും ഓപ്പൺ ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിനുള്ള മറുപടി തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ബാങ്ക് റിലേറ്റഡ്, NRI, ഗൾഫ് റിലേറ്റഡ് വീഡിയോകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു രഞ്ജിത്ത് ഒഫീഷ്യൽ എന്ന് പറഞ്ഞ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. എന്നിട്ട് ഈ ഒരു ബെൽ ബട്ടൺ ഒന്ന് അമർത്തി വെച്ചേക്കുക. പിന്നെ എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമന്റിൽ പറയാവുന്നതാണ്. അപ്പൊ ഇതിന്റെ പാർട്ട് 3 സീരീസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും